വരുത്തിവെച്ച ദുരന്തമാണ്. ഈ ദുരന്തത്തെക്കുറിച്ച് കൃത്യമായി വിജയുടെ അനുയായികൾക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നുള്ളത് ഒരു 1.5 വർഷം മുൻപ്, അതായത് വിജയ് ഈ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടക്കുന്ന വേളയിൽ തന്നെ ഇന്ത്യ ടുഡേക്ക് കൊടുത്ത ഒരു അഭിമുഖത്തിൽ ഞങ്ങൾക്ക് ഒരു റാലി സംഘടിപ്പിക്കാൻ, അതും വിജയെ വെച്ചുകൊണ്ട് ഒരു റാലി സംഘടിപ്പിക്കാൻ ഭയമാണ്, ഈ ക്രൗഡിൻ്റെ ഒരു ഗ്യാതറിംഗ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക എന്ന് അറിയില്ല എന്നത് അതിപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൊക്കെ ഇപ്പോഴും ആ പ്രതികരണങ്ങൾ ഇപ്പോഴും പോകുന്നുണ്ട്. അന്ന് കൊടുത്ത ഒരു പ്രതികരണമാണത്. അപ്പോൾ 1.5 വർഷം മുൻപ് തന്നെ ഇവർക്ക് അറിയാമായിരുന്നു. അവർ പറഞ്ഞത് ഫാൻ ഫ്രൻസി ഉള്ളപ്പോൾ ഈ സ്റ്റാമ്പേഡ് റിസ്ക് ഹൈ ആണ്, ഇതാണ് ഉപയോഗിച്ച വാചകം. അപ്പോൾ 1.5 വർഷം മുൻപേ അറിയാമായിരുന്നുവെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയായി വിജയയുടെ ഈ സംവിധാനം മാറുമ്പോൾ TVK എന്ന് പറയുന്ന തമിഴക വെട്രിക്കഴകം രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു പ്രചാരണ പരിപാടിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന ഒരു ചോദ്യം അവിടെ പ്രസക്തമായി തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചത് ഞാൻ ആവർത്തിക്കുന്നില്ല, നാമക്കൽ മുതൽ തന്നെ ആരാധകർ പിന്തുടർന്നു വരികയാണ്. അപ്പോൾ അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകൾ മാത്രമല്ല, പിന്തുടർന്നു വന്ന ആളുകൾ കൂടി ചേരുമ്പോൾ 10,000 പേരെയാണ് പരിഗണിച്ചത് വരുമെന്ന് കരുതിയിരുന്നതെങ്കിൽ അതിൻ്റെ 10 ഇരട്ടി വരെ വരാൻ സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കാണുക എന്ന് പറയുന്നത് അതൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലുകൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത്. അവിടെ താഴെ നിന്ന ആളുകൾക്ക് മാത്രമല്ല ഈ അപകടം പറ്റിയിരിക്കുന്നത്. ആ അപകടമുണ്ടായ ഭാഗത്ത് ഒരു ഓലമേഞ്ഞ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ അവിടെയൊക്കെയാണ് ആളുകൾ വലിഞ്ഞു കയറുന്നതും താഴേക്ക് വീഴുന്നതും. അവിടെ ഒരു മരക്കൊമ്പിൽ കയറി 10 പേര് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ 10 പേര് ആ മരക്കൊമ്പ് ഒടിഞ്ഞ് താഴേക്ക് വീഴുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ആ മരക്കൊമ്പ് വീഴുമ്പോൾ ആളുകൾ ചിതറിയോടുകയാണ്. വെള്ളക്കുപ്പി മാത്രമല്ല അവിടുത്തെ പ്രശ്നം. അപ്പോൾ ആളുകൾ ചിതറിയോടുകയാണ്, പലയിടങ്ങളിൽ നിന്ന് വന്ന് ഒന്നിച്ചു കൂടുകയാണ്. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് പോവുക എന്നുള്ളത്, എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത് ഏതൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോഴും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ആ രീതിയിലുള്ള ഒരു തരത്തിലുമുള്ള നിയന്ത്രണങ്ങൾ, എന്തിന് ഒരു വടം കൊണ്ടുപോലും കെട്ടിത്തിരിച്ചിട്ടില്ലാത്ത ഒരു സംവിധാനമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു കുപ്പിക്കഴുത്ത് പോലെയുള്ള ഒരു സ്ഥലമായിട്ടാണ് ആ സ്ഥലത്തിൻ്റെ ഒരു ജോഗ്രഫി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. എവിടേക്ക് ഓടി രക്ഷപ്പെടും? ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഒന്നിച്ചു കൂടുമ്പോൾ പരസ്പരം കൂട്ടിമുട്ടി നിൽക്കുന്ന മനുഷ്യർ മറ്റുള്ളവരുടെ കാലിനടിയിൽപ്പെട്ട് ചവിട്ടി അരയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റാൽ തന്നെ അവർ എങ്ങോട്ടാണ് നീങ്ങുക? എഴുന്നേറ്റ് അല്പം ഒന്ന് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ അടുത്ത ആളുടെ കാലിനടിയിലേക്ക് വീഴുകയാണ്, വീണ്ടും അവിടെ ചവിട്ടി അരയ്ക്കപ്പെടുകയാണ്. അങ്ങനെയൊക്കെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ആളുകൾ ചിതറിയോടുന്നതടക്കം നടക്കുന്ന ആ ഒരു വേളയിൽ വന്ന പ്രധാനപ്പെട്ട ഒരു വാദം നിങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗൂഢാലോചന സിദ്ധാന്തമാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന അവിടെ നടന്നിട്ടുണ്ടോ? ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ? അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഒരു സ്ഥലം അലോട്ട് ചെയ്തത് മുതൽ തന്നെ തുടങ്ങുകയാണ് ഈ പ്രശ്നങ്ങളെല്ലാം എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വിജയ് എന്ന് പറയുന്നത് ഒരു സിനിമാ താരമാണെങ്കിൽ ഒരു സിനിമാ താരത്തിൻ്റെ ഒരു ഫാൻ മീറ്റിന് ഒരു വലിയ സ്ഥലം തന്നെ അനുവദിച്ചു കൊടുത്തേനെ. അതായത് വിളിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഇവർ കണക്ക് കൂട്ടുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട്, മാത്രമല്ല ഒരു സിനിമാ താരത്തിൻ്റെ ഒരു ഫാൻസിൻ്റെ ഗ്യാതറിംഗ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വെല്ലുവിളിയല്ലോ. പക്ഷേ ഇവിടെ വിജയ് ഒരു രാഷ്ട്രീയക്കാരനായി മാറി തമിഴക വെട്രിക്കഴകം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അംഗം കുറിക്കാനിരിക്കുമ്പോൾ അതിന് കൊടുക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് ഒട്ടും യോജിക്കാത്ത ഒരു സ്ഥലമായിരുന്നു. അത് വിജയ് തന്നെ, അല്ലെങ്കിൽ വിജയുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഓരോ തവണയും റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് തരുന്ന സ്ഥലങ്ങൾ അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, പോക്കറ്റ്സ് ആണ് തരുന്നത് എന്ന് പറയുന്നുണ്ട് കൃത്യമായി. അപ്പോൾ ആ പോക്കറ്റ്സ് കൊടുത്തത് അത് ആരുടെ നീക്കമാണ് എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് കോടതിയിലേക്ക് അവർ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതിൽ നാളെ മദ്രാസ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്നതറിയാൻ നമുക്ക് ആകാംക്ഷയോടെ എന്തായാലും കാത്തിരിക്കാം. ഇവിടെ സ്റ്റാലിനും കൂട്ടർക്കും പ്രധാനമായും ഭയമുണ്ടാകേണ്ടത് സ്റ്റാലിനും കൂട്ടർക്കുമാണ്. അവരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. DMK ആണ് നേരിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിനൊരു ബദലാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന രീതിയിൽ BJPക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ പോലും DMK സ്ട്രെയിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാഗ്ദാനങ്ങൾ നിങ്ങൾ നടപ്പാക്കിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കഴിഞ്ഞ റാലിയിൽ വിജയുടെ പ്രസംഗം നമ്മൾ കേട്ടതാണ്. കഴിഞ്ഞ റാലിയിൽ സ്ട്രെയിറ്റ് ആയിരുന്നു, സ്ട്രെയിറ്റ് ഫൈറ്റ് തുടങ്ങി വെച്ചു. അതിനുശേഷമാണ് ഈ സ്ഥലത്തിന്റെ റിക്വസ്റ്റ് കൊടുക്കുന്നത്, ഈ റാലിയുടെ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഡയറക്റ്റായി സ്റ്റാലിൻ അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നത് ഒരു ഫാക്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അട്ടിമറിയുണ്ടോ അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഒരു സബോട്ടാഷ് ഉണ്ടായിട്ടുണ്ടോ എന്നത് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ വെന്യൂവിൻ്റെ ആ ഒരു ഘടന വെക്കുമ്പോഴാണ് ആ ഒരു സംശയം ബലപ്പെടുന്നത്. ഇവിടെ TVK കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ TVK ഒരു പുതിയ പാർട്ടിയാണ്, നമുക്കറിയാം. അവിടെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ നോളജ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഗ്യാതറിംഗ് സംഘടിപ്പിച്ച് പരിചയമുള്ള പഴക്കവും തഴക്കവും വന്ന എത്ര പേർ മറ്റു പാർട്ടികളിൽ നിന്ന് ഇതിലേക്ക് കൂടുമാറിയിട്ടുണ്ട് എന്നത് നമുക്ക് വ്യക്തമല്ല. കാരണം അങ്ങനെ കേട്ട നേതാക്കളെ ഒന്നും നമ്മൾ ഈ TVKയുടെ ഭാഗമായിട്ട് കാണുന്നുമില്ല. ഈ ഇങ്ങനെ ഒരു സംഘാടന പരിചയമുള്ള സംഘാടന പരിചയമുള്ള 2ാം നിര പോയിട്ട് 1ാം നിരയിൽ ആരാണുള്ളത്? വിജയ് അല്ലാതെ. വിജയ്. അപ്പോൾ വിജയ് എന്ന് പറയുന്നത് എന്താണ്? വിജയ് എന്ന് പറയുന്നത് ഒരു
പൊളിറ്റിക്കലി ഒട്ടും തന്നെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പൊളിറ്റിക്കലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലീഡർ, ആ പൊളിറ്റിക്കലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുടെ ഫാൻസിൽ നിന്ന് വന്നിരിക്കുന്ന നേതാക്കൾ, ആ ഫാൻസ് നേതാവായിട്ട് മാറുമ്പോൾ ഇപ്പോൾ ഏത് താരത്തിന്റെ ആയാലും ഫാൻസിന് രാഷ്ട്രീയത്തിലേക്ക് വരികയൊക്കെ ചെയ്യാം. പക്ഷേ ഫാൻസ് വരുമ്പോഴേക്കും അവർക്കൊരു പൊളിറ്റിക്കൽ നോളജ് ഉണ്ടാവണം, ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവണം, എന്താണ് തങ്ങളുടെ ഒരു ഐഡിയോളജി എന്തെങ്കിലും അറിയണം. ഇവിടെ എന്ത് ഐഡിയോളജിയാണുള്ളത്? വിജയുടെ പാർട്ടിക്ക് TVK എന്തെങ്കിലും ഐഡിയോളജി ഉണ്ടോ? അപ്പോൾ അവിടെ ആ രീതിയിലുള്ള ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ DMK, അണ്ണാ DMK ഇത് രണ്ടും ദ്രാവിഡ രാഷ്ട്രീയം കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ അണ്ണാ DMK പോലെയൊന്നുമല്ല. TVKയുടെ ഒരു മാസ് ബേസ് എന്ന് പറയുന്നത് വിജയുടെ ഫാൻ ബേസ് ആണ്, അല്ലാതെ വേറൊന്നുമില്ല, ഐഡിയോളജി ഇല്ല. ചിന്ന MGR സ്റ്റൈലിലാണ് ഈ കഴിഞ്ഞ കാലയളവിൽ ഇറങ്ങിയ സിനിമകളൊക്കെ വിജയ് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ MGR ശൈലിയിൽ ഞാൻ അങ്ങോട്ടേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു, അതാണ് വിജയ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇവിടെ കരൂരിലെ വിജയ് ഷോ അത് പാളിപ്പോയി എന്നുള്ളതാണ്. ഇതൊരു ഇവിടെ സ്റ്റാലിൻ്റെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇത് പക്ഷേ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതൊരു മേജർ പൊളിറ്റിക്കൽ റീഅലൈൻമെന്റ് ആകുമോ എന്ന് DMKയും അണ്ണാ DMKയും BJPയും ഒക്കെ ഭയന്നിട്ടുണ്ട്. കോൺഗ്രസും CPIM ഒക്കെ ഭയന്നിട്ടുണ്ട്. കാരണം വിജയ് ഏത് തരത്തിലാണ് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്? കാരണം ഫാൻസ് എന്ന് പറയുന്നത് വിജയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു റീഅലൈൻമെന്റിലേക്ക് പോകുമോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വിജയ് അങ്ങ് ഒതുങ്ങി പോകട്ടെ എന്ന് കരുതിയുള്ള കമന്റ്സ് എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. പക്ഷേ നേരിട്ട് വിജയെ ആരും തള്ളുന്നില്ല എന്നത് ഒരു ഫാക്റ്റാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ മദ്രാസ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ കർശനമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ബാധകമാകട്ടെ. കാരണം ഒരു ക്രൗഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ റാലികൾ സംഘടിപ്പിക്കുന്നതിന് കൃത്യമായിട്ട് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെട്ടുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരിക എന്നതാണ്. ഇതൊക്കെ ആവർത്തിക്കാതിരിക്കുന്നത് നാളെ കേരളത്തിൽ സംഭവിക്കാം, തമിഴ്നാട്ടിൽ സംഭവിച്ചത് കേരളത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെയോ സംഭവിക്കാം എന്നുള്ളത് ഒരു വിഷയമാണ്. കാരണം ADGP S. ഡേവിഡ്സൺ പറഞ്ഞത് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അത് അവഗണിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഞാൻ ആവർത്തിക്കുന്നില്ല. ഇതിലൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കുഞ്ഞിൻ്റെ, താങ്കൾ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഈ കഥ, കരുണാനിധിയുടെ കഥയ്ക്കൊപ്പം തന്നെ പോകുന്ന മറ്റൊരു വൈറൽ വീഡിയോ 3 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമായിട്ട് വരുന്ന ഒരു അച്ഛനാണ്, വിജയുടെ ഫാനാണ്. അപ്പോൾ ഈ കുഞ്ഞിനെ ഈ തിരക്കിലേക്ക് ഇയാൾ കൊണ്ടുവരുന്ന എന്തിനാ പറയുക? പേരിടിക്കാൻ. അപ്പോൾ പേരിടാൻ വേണ്ടി ഈ തിരക്കിലേക്ക് കൊണ്ടുവരുന്ന ഇതുപോലത്തെ ഫാൻസിനെയൊക്കെ നമ്മൾ എന്താണ് പറയേണ്ടത്? ഇവരൊക്കെയാണോ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നാലെ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ TVKയുടെ കാര്യത്തിൽ എന്തായാലും തീരുമാനമാകും. ഇവിടെ വിജയ്ക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ സംഭവ സ്ഥലത്ത് വിജയ് തുടരണമായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ പ്രഖ്യാപിച്ച 20 ലക്ഷത്തേക്കാൾ വിജയ്ക്ക് ഒരു രാഷ്ട്രീയ ശരി ചെയ്യാമായിരുന്നു. കാരണം ഇവിടെ വിജയ്ക്ക് പാളിച്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഓപ്പൺ അഡ്മിഷൻ അത് വിജയ് നടത്തണമായിരുന്നു എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. Meet the editors.